വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സെറോദയുടെ മാർക്കറ്റ് അലേർട്ട് സർവീസായ സെന്റിനലിന്റെ ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സെന്റിനൽ എന്ന് പറയുന്നത് സെറോദയുടെ ഒരു സ്റ്റോക്ക് അലേർട്ട് സർവീസ് ആണ്. അത് ടോട്ടലി ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് സെന്റിനൽ യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് സെക്യൂരിറ്റീസിന്റെ അലേർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റോക്സും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും ETFSും അതുപോലെ ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റീസും വരും. അതുപോലെ സെന്റിനൽ എന്ന് പറയുന്നത് ഒരു ക്ലൗഡ് ബേസ്ഡ് സർവീസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഈ അലേർട്ട്സ് ഒക്കെ വർക്ക് ചെയ്യും. ഇനി സെന്റിനൽ ഈ അലേർട്ട്സ് ഒക്കെ ഡെലിവർ ചെയ്യുന്നത് ഇമെയിൽ ആയിട്ടും മൊബൈൽ നോട്ടിഫിക്കേഷൻ ആയിട്ടും പിന്നെ കൈറ്റിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടുമാണ്. ഇനി സെന്റിനൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിൾ അലേർട്ട്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ അഡ്വാൻസ് അലേർട്ട്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് ഫുൾ ആയിട്ട് കാണുക. സെന്റിനൽ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ടൈം മാർക്കറ്റ് അലേർട്ട് സർവീസ് ആണ്. ഇത് ടോട്ടലി ഫ്രീയുമാണ്. ഈ ക്രിയേറ്റ് ചെയ്യുന്ന അലേർട്ട്സ് ഒക്കെ നമ്മൾ സേവ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ്ലൈനിലായാലും ഈ അലേർട്ട്സ് ഒക്കെ വർക്ക് ചെയ്യും. സെന്റിനൽ എന്ന് പറയുന്നത് സ്റ്റോക്സിൻ്റെ അലേർട്ട്സ് മാത്രമല്ല ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നത്. അത് യൂസ് ചെയ്ത് നമുക്ക് ഡെറിവേറ്റീവ്സിൻ്റെയും ബോണ്ട്സിൻ്റെയും കമ്മോഡിറ്റീസിൻ്റെയും അതുപോലെ കറൻസീസിൻ്റെയും അലേർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അലേർട്ട്സ് ഒക്കെ ഇൻ്റർനെറ്റിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസമോ ഒരാഴ്ചയോ അല്ലെങ്കിൽ കുറേ മാസമോ ആകാം. ഇനി ഈ അലേർട്ട്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത് മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ടും ഇമെയിലായിട്ടും പിന്നെ സെറോദയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ കൈറ്റ് വഴിയുമാണ്. സെന്റിനൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ അലേർട്ട്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ അഡ്വാൻസ്ഡ് അലേർട്ട്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ അലേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ചോ അല്ലെങ്കിൽ അതിൻ്റെ വോളിയൂമോ ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന അലേർട്ട്സിനെയാണ് സിമ്പിൾ അലേർട്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു അലേർട്ട് സെറ്റ് ചെയ്യാണ്, ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 600 റുപ്പീസിന് താഴെ പോവുകയാണെങ്കിൽ നമ്മളെ അലേർട്ട് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു അലേർട്ടിനെയാണ് സിമ്പിൾ അലേർട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ അലേർട്ടിൽ നമ്മൾ ഒരു ക്രൈറ്റീരിയ മാത്രമേ യൂഷ്വലി സെലക്ട് ചെയ്യത്തുള്ളൂ. ഇനി അഡ്വാൻസ്ഡ് അലേർട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന അലേർട്ട്സിനെയാണ് അഡ്വാൻസ് അലേർട്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു അലേർട്ട് ക്രിയേറ്റ് ചെയ്യാണ്, ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനേക്കാളും ഇന്ന് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളെ അലേർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അലേർട്ട് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് അലേർട്ടാണ്. സോ അങ്ങനെ ഒരു അലേർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ദിവസം 0.5% കയറുകയും അതുപോലെ ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 1% കയറുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അലേർട്ട് ലഭിക്കുന്നതായിരിക്കും. സെന്റിനലിൽ കുറേ ഡേറ്റ പോയിന്റ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അലേർട്ട്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസോ അല്ലെങ്കിൽ ഇന്നത്തെ ഓപ്പണോ ഹൈയോ ലോവോ ക്ലോസോ അതുപോലെ പെർസെൻറ്റേജ് ചേഞ്ചോ അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റോ അങ്ങനെ പലതും. അതുപോലെ ഈ സർവീസ് എന്ന് പറയുന്നത് സ്റ്റോക്സിന് മാത്രമല്ല ഡെറിവേറ്റീവ്സിനും ബോണ്ട്സിനും കമ്മോഡിറ്റീസിനും കറൻസീസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് NSEയിലും BSEയിലും വർക്ക് ചെയ്യുന്നതായിരിക്കും. സെന്റിനൽ എന്ന് പറഞ്ഞ മാർക്കറ്റ് അലേർട്ട് സർവീസ് സെറോദ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ പെയ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം സെന്റിനൽ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഫ്രീ സർവീസാണ്. മാത്രമല്ല സെന്റിനൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെറോദയിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണമെന്നില്ല. നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെന്റിനൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അലേർട്ട്സിന് ഒരു മാക്സിമം ലിമിറ്റ് ഇല്ല. പക്ഷേ അറ്റ് എ ടൈം ആക്റ്റീവായിട്ടുള്ള അലേർട്ട്സ് എന്ന് പറയുന്നത് 200 അതിൽ താഴെയോ ആയിരിക്കണം. ഇനി സെന്റിനലിൽ ഒരു മാർക്കറ്റ് അലേർട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സെന്റിനലിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെറോദയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ കൈറ്റ് യൂസ് ചെയ്യാം. അതിൽ ഒരു സ്റ്റോക്കിൻ്റെ ഡ്രോപ്പ് ഡൗണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെറ്റ് അലേർട്ട് ഫീച്ചർ ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ സെന്റിനലിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. അതിന് ആദ്യമായിട്ട് സെറോദയുടെ വെബ്സൈറ്റിലോട്ട് പോവുക, അതിൽ പ്രോഡക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. സോ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ കാണാൻ പറ്റും സെറോദയുടെ സെന്റിനൽ എന്ന് പറഞ്ഞ സർവീസ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ഒരു സെറോദയുടെ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സെറോദയുടെ അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതാണ് സെന്റിനലിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. സോ ഞാനിപ്പം ആദ്യം ഒരു സിമ്പിൾ അലേർട്ട് സെറ്റ് ചെയ്യുകയാണ്. HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 907 താഴെ പോകുമ്പം എനിക്കൊരു അലേർട്ട് കിട്ടണമെന്നുള്ളത്. സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒരു അലേർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിപ്പം ആക്റ്റീവും ആണ്. അങ്ങനെ ആക്റ്റീവായിട്ടുള്ള എനിക്ക് മാക്സിമം 200 അലേർട്ട്സ് ആണ് എനിക്ക് സെന്റിനൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അലേർട്ട് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അലേർട്ട് പോസ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിപ്പം എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ സെറ്റ് ചെയ്തിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 907 ആയിരുന്നു. അത് ഞാനിപ്പം 908 ആക്കുകയാണ്. ഇനി ഞാനൊരു അഡ്വാൻസ്ഡ് അലേർട്ട് സെറ്റ് ചെയ്യുകയാണ്. സോ ഞാനിപ്പം സെറ്റ് ചെയ്തിരിക്കുന്ന അലേർട്ട് എന്ന് പറയുന്നത് HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനേക്കാളും കൂടുതലാവുമ്പം എന്നെ അലേർട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഞാനിപ്പം ഈ അലേർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് -0.95% അതുപോലെ HDFC ബാങ്കിൻ്റെ ആണെങ്കിൽ -1.9% ആണ്. അതായത് HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് നിഫ്റ്റിയേക്കാളും കൂടുതലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അലേർട്ട് വർക്ക് ചെയ്തത്. ഇതാണ് ഒരു അഡ്വാൻസ്ഡ് അലേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത HDFC ബാങ്കിൻ്റെ അലേർട്ട് ട്രിഗർ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 980 താഴെ വന്നിട്ടുണ്ട്. ഇനി സെന്റിനൽ യൂസ് ചെയ്ത് നമുക്ക് ബാസ്ക്കറ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. അതിലപ്പം ഞാൻ 2 സ്റ്റോക്ക് ആഡ് ചെയ്യുകയാണ്, കൊട്ടാക് മഹീന്ദ്ര ബാങ്കും HDFC ബാങ്കും.
ഇനി എനിക്ക് ഈ ബാസ്ക്കറ്റിനെ ഒരു ട്രിഗറായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ ഒരു പുതിയ ട്രിഗർ അല്ലെങ്കിൽ ഒരു പുതിയ അലേർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. നിഫ്റ്റിയുടെ വാല്യൂ ഇപ്പം 9000 അറൗണ്ട് ആണ്. സോ ഞാനിപ്പോൾ ഒരു പുതിയ ട്രിഗർ ക്രിയേറ്റ് ചെയ്യുകയാണ്. നിഫ്റ്റിയുടെ വാല്യൂ 8000 താഴെ പോകുമ്പോൾ ഈ ബാസ്ക്കറ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ 3 ട്രിഗേഴ്സ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിൽ ഒന്ന് സിമ്പിൾ ആയിരുന്നു, അത് ഓൾറെഡി എക്സിക്യൂട്ടായി. ബാക്കി 2 അഡ്വാൻസ്ഡ് ആണ്, അത് ആക്റ്റീവും ആണ്. ഈ ബാസ്ക്കറ്റിൻ്റെ ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവത്തില്ല. നമുക്കൊരു അലേർട്ട് കിട്ടും കൈറ്റിൽ. സോ നമ്മൾ കൺഫേം ചെയ്താൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. സെന്റിനൽ എന്ന് പറഞ്ഞ ഈ മാർക്കറ്റ് അലേർട്ട് സർവീസ് അത് സെറോദ ലോഞ്ച് ചെയ്തപ്പം അതിൻ്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ പെയ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഈ സർവീസ് ടോട്ടലി ഫ്രീ ആണ്. മാത്രമല്ല ഈ സർവീസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെറോദയിൽ ഒരു അക്കൗണ്ട് വേണമെന്നില്ല. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബ്രോക്കർ ഏതാണെങ്കിലും ഈ സർവീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സെന്റിനൽ എന്ന് പറഞ്ഞ മാർക്കറ്റ് അലേർട്ട് സർവീസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറോദ സെന്റിനൽ ലോഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ പെയ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഈ സർവീസ് ടോട്ടലി ഫ്രീ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഈ സർവീസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറോദയിൽ ഒരു അക്കൗണ്ട് വേണമെന്ന് പോലും ഇല്ല. നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സർവീസ് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.